ഓക്കെ. സ്കാനർ എന്താ? എന്ത് ഡിവൈസാണ്? ഇൻപുട്ട് ഡിവൈസാണ്. സ്കാനർ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പിക്ചർ അല്ല ഇമേജസ് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഇപ്പം എൻ്റെ ഈ ഹാൻഡ് റിട്ടൺ നോട്ട് ഇതൊക്കെ എന്ത് ചെയ്യാണ്? സ്കാൻ ചെയ്തിട്ട് ഇപ്പം നമ്മൾ നോർമൽ ഫോണിൽ ഫോട്ടോ എടുത്ത് കയറ്റുന്ന പോലെ സിസ്റ്റത്തിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്കാനർ യൂസ് ചെയ്യുന്നത്. അതായത് നോർമൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സ്കാനർ യൂസ് ചെയ്യുന്നത്. ഇനി ജോയ്സ്റ്റിക്കും മൗസ് പോലെ തന്നെയാണ്. അതൊരു പോയിന്റിങ് ഡിവൈസാണ്. ജോയ്സ്റ്റിക്ക് എന്താ? മൗസ് ഇൻപുട്ട് ഡിവൈസാണ്. അതൊരു പോയിന്റിങ് ഡിവൈസാണ്. അതായത് മൗസ് പോലെ തന്നെയാണിത്. കണ്ടുപിടിച്ചേക്കുന്ന ആരാ? CP മെറിക്. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയ്സ്റ്റിക് ആണ് കൊടുത്തേക്കുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് ജോയ്സ്റ്റിക്, ഫിംഗർ ഓപ്പറേറ്റഡ് ജോയ്സ്റ്റിക്, ഹാൻഡ് ഓപ്പറേറ്റഡ് ജോയ്സ്റ്റിക്, അതേപോലെ ഐസോമെട്രിക് ജോയ്സ്റ്റിക്, അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. ഇനി ഇത് ലൈറ്റ് പെൻ എന്ന് പറയുന്നത് എന്തിന്? അതും ഒരു ഇൻപുട്ട് ഡിവൈസാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് പെൻ യൂസ് ചെയ്യുന്നത്. അതെന്താണ്? ഒരു ലൈറ്റ് സെൻസിറ്റീവ് ഡിറ്റക്ടർ കണ്ടെയ്ൻ ചെയ്യും. ഈ ലൈറ്റ് പെന്നിൻ്റെ തുമ്പത്ത് ഒരു ലൈറ്റ് സെൻസിറ്റീവ് ഡിറ്റക്ടർ ഉണ്ടാവും. അത് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്ക്രീനിൽ എഴുതാൻ പറ്റുന്നത്. ദെൻ ഡിജിറ്റൈസർ എന്ന് പറയുമ്പോൾ നമ്മുടെ പേപ്പറിൽ എഴുതിയിട്ടുള്ള സിഗ്നേച്ചറൊക്കെ ഇല്ലേ, ഒപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ഇമേജസ്, ഗ്രാഫിക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ മൈക്രോഫോൺ എന്താ? എല്ലാവരും നോർമലി വാട്സപ്പ് യൂസ് ചെയ്യുന്നതല്ലേ? വോയിസ് മെസ്സേജ് നമ്മൾ അയക്കുമ്പോൾ എന്താ? മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ അടുത്തത് MICR, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. അതായത് മാഗ്നറ്റിക് ഇങ്ക് യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ MICR യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ബാങ്കിൽ ചെക്കില്ലേ, നമ്മൾ കൊടുക്കുന്ന ചെക്കിലായിരിക്കും ഈ ഒരു മാഗ്നറ്റിക് ഇങ്ക് യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടാവുക. സോ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. ഇനി OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൻഡ് ഇമേജസിനെ, അതായത് ഈ ഇതുപോലുള്ള ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല ഈ എൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ടില്ലേ, അതിനെ ഡിജിറ്റൽ ടെക്സ്റ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF, ഓരോ ബുക്കിൻ്റെയൊക്കെ സ്റ്റോറി ബുക്സിൻ്റെയൊക്കെ PDF കിട്ടുന്നില്ലേ? അതെങ്ങനെയാ? ഈ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ യൂസ് ചെയ്തിട്ട് ആ ബുക്ക് സ്കാൻ ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ ഡിജിറ്റൽ ടെക്സ്റ്റ് കിട്ടുന്നത്. മെയിനായിട്ട് ഈ ലൈബ്രറീസിലത്തെ ബുക്സ് കൺവേർട്ട് ചെയ്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ CPU എന്താ? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ഏതാ വെച്ചാൽ അതെന്താ? CPU ആണ്. എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നത് ആരാ? CPU ആണ് എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നത്. അതായത് ഹാർഡ്വെയർ, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അതേപോലെ സോഫ്റ്റ്വെയർസ്, നമ്മുടെ ആപ്ലിക്കേഷൻസ്, ഇതിന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് വാങ്ങിച്ചിട്ട് ഔട്ട്പുട്ട് തരുന്നതാണ്, ഇതിൻ്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ CPUവിൻ്റെ പണി. ഇൻപുട്ടും ഔട്ട്പുട്ടും ഡിവൈസസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് CPU. ഇനി ഇവിടെ CPUവിൻ്റെ ടൈപ്സ് ആണ് നോക്കുന്നത്. എന്തൊക്കെ ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പാണുള്ളത്. സിംഗിൾ കോർ, ഡ്യുവൽ കോർ ആൻഡ് ക്വാഡ് കോർ. സിംഗിൾ കോർ എന്ന് പറയുമ്പോൾ അതിൽ ഒരു കോറേ ഉണ്ടാവുള്ളൂ. സിംഗിൾ കോർ എന്ന് പറയുമ്പോൾ അതിൽ ഒരൊറ്റ കോറേ ഉള്ളൂ. ഏറ്റവും പഴയ ടൈപ്പ് CPU ആണ്. അറ്റ് എ ടൈം ഒരു ഓപ്പറേഷനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഡ്യുവൽ കോർ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ 2 കോറാണുള്ളത്. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. സിംഗിൾ കോറിനേക്കാളും എഫിഷ്യൻ്റ് ആണ്. പിന്നെ ക്വാഡ് കോർ എന്ന് പറയുമ്പോൾ എന്താ? 4 കോറുകൾ ഉണ്ടാവും. 4 കോറുകൾ ആവുമ്പോൾ എന്തായി? ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ബാക്കി 2 ഏറ്റവും സ്പീഡ് കൂടുതൽ ഏതാ? ക്വാഡ് കോറിന് തന്നെയാണ്. എഫിഷ്യൻസിയും കൂടുതലാണ്. ദെൻ ഇനി നോക്കാൻ പോണത് ഔട്ട്പുട്ട് ഡിവൈസസ്.
ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ട്, അതിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഫോർമാറ്റാണ് ഈ ഔട്ട്പുട്ടിൽ വരുന്നത്. ആ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ആദ്യത്തേത് മോണിറ്റർ ആണ്. എന്താണ്, നമ്മൾ കാണുന്ന സ്ക്രീനിനെയാണ് മോണിറ്റർ എന്ന് പറയുന്നത്. അത് എത്ര ടൈപ്പ് ഉണ്ട്? 4 ടൈപ്പാണ് മെയിനായിട്ട് പഠിക്കുന്നത്. CRT മോണിറ്റർ, കാത്തോഡ് റേ ട്യൂബ്സ്, വാക്യൂം ട്യൂബ്സ് പോലെ തന്നെയാണ്. ഇനി അടുത്തത് LCD മോണിറ്റർ. എന്താ? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. LCDയുടെ ഫുൾ ഫോം ആണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഇപ്പോഴത്തെ നമ്മുടെ ലാപ്ടോപ്സിൻ്റെയും ടാബ്ലറ്റ്സിൻ്റെയും ഒക്കെ സ്ക്രീന് ഇതന്നെയാണ്. LCDയുടെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് LED മോണിറ്റർ. കുറവ് പവർ മതി. പിന്നെ പ്ലാസ്മ മോണിറ്റർ എന്ന് പറയുമ്പോൾ പ്ലാസ്മ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. പ്രൊവൈഡ്സ് ഹൈ റെസൊല്യൂഷൻ കൂടുതലായിരിക്കും. പിന്നെ പ്രിൻ്റർ എന്ന് പറയുമ്പോൾ എന്താ? ഹാർഡ് കോപ്പീസ് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പീസ്. ഹാർഡ് കോപ്പീസ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഇമേജസ് അല്ലെങ്കിൽ PDFs, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ ഞാൻ പ്രിൻ്റ് എടുത്ത് തരുന്നില്ലേ, അതിനാണ് പ്രിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് 2 തരത്തിലുള്ള പ്രിൻറ്റേഴ്സാണുള്ളത്. ഇമ്പാക്ട് പ്രിൻറ്റേഴ്സും നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സും. ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ സ്പീഡ് കുറവായിരിക്കും നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. നോൺ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ അതിന് പേജ് പ്രിൻറ്റേഴ്സ് എന്ന് പറയും. കാരണം അറ്റ് എ ടൈം ഒരു പേജ് പ്രിൻറ്റ് ചെയ്യും. ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ് തന്നെ 2 തരത്തിലുണ്ട്. ക്യാരക്ടർ പ്രിൻറ്ററും ലൈൻ പ്രിൻറ്ററും. ക്യാരക്ടർ പ്രിൻറ്റർ എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം, ഇപ്പോൾ ജോസ്മീൻ ആണെങ്കിൽ അറ്റ് എ ടൈം J ടൈപ്പ് ചെയ്യും, J പ്രിൻ്റായി വരും, അതിനുശേഷം ആണ് O, പിന്നെയാണ്, അങ്ങനെ ഒരുമിച്ച് വരില്ല. ഇനി ലൈൻ പ്രിൻ്റർ എന്ന് പറയുമ്പോൾ എന്താ? അറ്റ് എ ടൈം ഒരു ലൈൻ വരും. അതായത് ഇപ്പോൾ മൈ നെയിം ഈസ് ജോസ്മീൻ ആണ് ഫസ്റ്റ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈൻ അങ്ങനെ ഒന്നിച്ച് പ്രിൻ്റായി പോകും. അതുകൊണ്ട് തന്നെ ലൈൻ പ്രിൻ്ററിന് നമ്മൾ എന്ത് പറയും? ബാർ പ്രിൻറ്റേഴ്സ് എന്നും പറയും. ഇമ്പാക്ട് പ്രിൻ്ററിൽ വെച്ചിട്ട് സ്പീഡ് കൂടുതൽ ലൈൻ പ്രിൻ്റർ ആണ്. ഇനി നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം ഒരു പേജ് പ്രിൻ്റ് ചെയ്യുന്നതുകൊണ്ട് പേജ് പ്രിൻറ്റേഴ്സ് എന്ന് പറയും. ഇതെന്താണ്? ഇത് തന്നെ 2 തരത്തിലുണ്ട്. പേജ് പ്രിൻറ്റേഴ്സ് അല്ലെങ്കിൽ നോൺ ഇമ്പാക്ട് പ്രിൻറ്റേഴ്സ് 2 തരത്തിലാണ്. 2 എണ്ണാണുള്ളത്. ലേസർ പ്രിൻ്ററും ഇങ്ക്ജെറ്റ് പ്രിൻ്ററും. ഇനി പ്രൊജക്ടർ എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നോർമൽ ഒരു സിസ്റ്റത്തിൽ ഇപ്പം എനിക്ക് കാണുകയാണെങ്കിൽ, എൻ്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് എനിക്ക് കാണുകയാണെങ്കിൽ ഓക്കെ. ഒരു 100 പിള്ളേരുണ്ട്, അവർക്ക് ഞാൻ എൻ്റെ ഒരു ലാപ്ടോപ്പ് ഫ്രണ്ടിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ബാക്കിലുള്ളവർക്ക് കാണും? ഇല്ല. സോ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് വലിയ ആക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊജക്ടർ യൂസ് ചെയ്യുന്നത്. അതും 2 എണ്ണം ഉണ്ട്. LCD ഡിജിറ്റൽ പ്രൊജക്ടറും ഡിജിറ്റൽ ലൈറ്റ് പ്രോസസ്സിംഗ് പ്രൊജക്ടറും. ഇനി അടുത്തതെന്ന് പറയുന്നത് മെമ്മറി എന്തിനാണ്? സ്റ്റോർ ചെയ്ത് വെക്കാൻ. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയും നമുക്ക് കിട്ടുന്ന ഡാറ്റയും സ്റ്റോർ ചെയ്ത് വെക്കാനാണ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഈ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്, ഈ മെമ്മറീനെ കുഞ്ഞു പാർട്സ് ആയിട്ട് ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഓരോ പാർട്ടിനെയും നമ്മൾ പറയാ സെൽസ് എന്നാണ് പറയാ. അതായത് കുഞ്ഞു സെപ്പറേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതൊരു ഫുൾ മെമ്മറി ആണെങ്കിൽ അതിനെങ്ങനെ ഇങ്ങനെ കുഞ്ഞു പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ പാർട്സിനും ഓരോ അഡ്രസ്. ഇത് 1 ആണെങ്കിൽ ഇത് 2 ആയിരിക്കും, അങ്ങനെ ഇത് 3 ആയിരിക്കും, ഇത് 4 ആയിരിക്കും. അങ്ങനെ ഓരോന്നിനും ഓരോ അഡ്രസ്സാണുള്ളത്. ഇനി മെമ്മറി മെയിനായിട്ട് 2 എണ്ണാണുള്ളത്, റാമും റോമും. റോം എന്ന് പറയുമ്പോൾ റീഡ് ഓൺലി മെമ്മറിയും റാം എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി. റാം എന്ന് പറയുന്നത് വോളറ്റൈൽ ആണ്, റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്. വോളറ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് പവർ ഓഫ് ആവുന്നത് വരെ എന്താണ് സംഭവം സേവ് ചെയ്തിരിക്കും. ബൈ ചാൻസ് കറണ്ട് പോവുക, എന്തെങ്കിലും കാരണം സിസ്റ്റം ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ എന്താവും? നഷ്ടപ്പെട്ടു പോകും. ഇനി
മെയിൻ മെമ്മറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത് മെമ്മറി ടൈപ്പ്. മെമ്മറി ടൈപ്പ് എന്ന് പറയുമ്പോൾ എത്ര 4 എണ്ണാണുള്ളത്. CPU രജിസ്റ്റേഴ്സ് ഉണ്ട്, ക്യാഷ് മെമ്മറി ഉണ്ട്, മെയിൻ മെമ്മറി ഉണ്ട്, സെക്കൻഡറി മെമ്മറി ഉണ്ട്. സെക്കൻഡറി മെമ്മറി എന്താണെന്നറിയാം, നമ്മൾ എടുക്കുന്ന എന്താണ് ഹാർഡ് ഡിസ്ക്, പെൻഡ്രൈവ് അങ്ങനെയുള്ള സാധനം എക്സ്റ്റേണലി നമ്മൾ കണക്ട് ചെയ്യുന്ന സാധനമാണ്. CPU രജിസ്റ്റർ, ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി ഇതൊക്കെ CPU ഉള്ളിലുള്ളതാണ്. CPU രജിസ്റ്റർ അതായത് CPU ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ളതാണ് CPU രജിസ്റ്റർ. അപ്പോൾ CPU-ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ക്യാഷ് മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് CPU രജിസ്റ്റേഴ്സിൻ്റെയും മെയിൻ മെമ്മറിയുടെയും ഇടയിലുള്ളതാണ്. ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ്, ടെമ്പററി ആണ്. ദെൻ മെയിൻ മെമ്മറി ഓൾറെഡി കമ്പ്യൂട്ടറിലുള്ള പ്രൈമറി മെമ്മറിനെയാണ് നമ്മൾ മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. ദെൻ മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷൻ 2 തരത്തിലാണുള്ളത്, ഇന്റേണലും എക്സ്റ്റേണലും. ഇന്റേണൽ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള മെമ്മറി, എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് കണക്ട് ചെയ്യുന്ന മെമ്മറി. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്, പെൻഡ്രൈവ്, ഹാർഡ് ഡിസ്ക് ഒക്കെ എന്താ എക്സ്റ്റേണൽ മെമ്മറി ലൊക്കേഷനാണ്. അത് ഇതിൽ CPU രജിസ്റ്റേഴ്സ്, ക്യാഷ്, മെയിൻ മെമ്മറി ഇതൊക്കെ എന്താ ഇന്റേണൽ മെമ്മറി ലൊക്കേഷൻ ഉള്ളതാണ്. പിന്നെ വേർഡ് എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് മെമ്മറി ഓർഗനൈസേഷൻ. ഇപ്പം നമ്മൾ ഓയിൽ 1 ലിറ്റർ ഓയിൽ എന്നേ പറയുള്ളൂ. ഇപ്പം പഞ്ചസാര മേടിക്കുകയാണെങ്കിൽ 1 കിലോ പഞ്ചസാര അതല്ലേ പറയുക. അതായത് അതിൻ്റെ യൂണിറ്റ് ആണ്, അതിൻ്റെ മെഷർമെൻ്റ് ആണ് എന്ത്. ഇപ്പോൾ ഈ പഞ്ചസാരയുടെ ആണെങ്കിൽ കിലോഗ്രാം, അല്ലെങ്കിൽ ഓയിലിൻ്റെ ആണെങ്കിൽ 1 ലിറ്റർ എന്നൊക്കെ. അതേപോലെ മെമ്മറിയുടെ യൂണിറ്റ് ആണ് വേർഡ് എന്ന് പറയുന്നത്. ആ വേർഡ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ബിറ്റ്സിലാണ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ എത്ര ബിറ്റ് ട്രാൻസ്ഫർ ആവുന്നുണ്ട് എന്നുള്ളതാണ് യൂണിറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഇനി ഇതിൻ്റെ സൈസാണ് 8 തൊട്ട് 64 ബിറ്റ്സ് വരെ ഉണ്ടാവും. ക്യാഷ് മെമ്മറിയുടേത് വന്നിട്ട് KB അല്ലെങ്കിൽ NBയിലായിരിക്കും. മെയിൻ മെമ്മറി GB ഗിഗാബൈറ്റ്സിലായിരിക്കും. സെക്കൻഡറി അതായത് നമ്മൾ എക്സ്റ്റേണലിൽ കൊടുക്കുന്നത് കുറച്ചുകൂടെ ലാർജ് മെമ്മറി ആയിരിക്കും, ഗിഗാ ടു ടെറാബൈറ്റ് വരെ ഉണ്ടാവും. ഇനി എന്താ ആക്സസ് മെത്തേഡ്സ്. ആക്സസ് മെത്തേഡ്സ് 3 തരത്തിലുള്ള ആക്സസ് മെത്തേഡ്സ് ആണുള്ളത്. സീക്വൻഷ്യൽ ആക്സസ് മെത്തേഡ്, ഡയറക്റ്റ് ആക്സസ് മെത്തേഡ്, ദെൻ റാൻഡം ആക്സസ് മെത്തേഡ്. സീക്വൻഷ്യൽ എന്ന് പറയുമ്പോൾ ലീനിയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പം ഇതെന്താ, ഇപ്പം ഇതിവിടെ ഒരു ഫയലുണ്ട്, ഈ ബോക്സിൽ ഒരു ഫയൽ ഉണ്ടെങ്കിൽ ഇതിന് ചിലപ്പോൾ 5 മിനിറ്റ് എടുക്കുന്നുണ്ടാവുള്ളൂ ആ ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ആയിരിക്കും എടുക്കുക. 30 മിനിറ്റോ അല്ലെങ്കിൽ 60 മിനിറ്റൊക്കെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. സമയം ഇവിടുത്തെ ഫയൽ കിട്ടാനുള്ള സമയവും ഇവിടുത്തെ ഫയൽ കിട്ടാനുള്ള സമയവും വ്യത്യസ്തമാണ്. അതാണ് ആക്സസ് ടൈം ഇസ് ഹൈലി വേരിയബിൾ. ഡയറക്റ്റ് ആക്സസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ, ഓരോന്നിനും സെപ്പറേറ്റ് വെവ്വേറെ അഡ്രസ്സ് ഉണ്ടാവും, യുണീക്ക് ആയിട്ടുള്ള അഡ്രസ്സ് ഉണ്ടാവും അവരുടെ ലൊക്കേഷൻ അനുസരിച്ച്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം, അത് ഏതാണോ അഡ്രസ്സ് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ ഇവിടെ നിന്ന് എടുക്കുന്ന ടൈമും അല്ല ഇവിടെ നിന്ന് എടുക്കാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു CD റാക്കിൽ നമ്മൾ CD ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ, മുകളിലത്തെ ഏറ്റവും അവസാനത്തെ എടുക്കണമെങ്കിൽ മുകളിലത്തെ എല്ലാം മാറ്റി കഴിയാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവസാനത്തെ എടുക്കാൻ പറ്റില്ല. സോ അവസാനത്തെ മുകളിലത്തെ ഇപ്പോൾ പെട്ടെന്ന് എടുത്ത് കഴിയും, താഴത്തെ എടുക്കണമെങ്കിൽ ഇതൊക്കെ പൊക്കിയിട്ട് വേണ്ട എടുക്കാൻ. അപ്പോൾ സമയം എന്തായിരിക്കും, വ്യത്യാസമില്ലേ. അതാണ് ഇവിടെയും ആക്സസ് ടൈം വേരിയബിൾ ആണ്. ഇനി റാൻഡം ആക്സസ് എന്താ, ഓരോ ലൊക്കേഷനും യുണീക്ക് ആയിട്ടുള്ള അഡ്രസ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫയലിൻ്റെ അഡ്രസ്സ് അവിടെ ഉണ്ടാവുമല്ലോ, ആ അഡ്രസ്സിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് എടുക്കും. സോ എവിടെ നിന്ന് എടുത്താലും, ഏത് ഫയൽ എവിടെ നിന്ന് എടുത്താലും ഒരേ ടൈം. ഇപ്പോൾ ഫസ്റ്റത്തെ ബോക്സ് ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇതിന് 1 സെക്കൻഡ് ആണെങ്കിൽ ലാസ്റ്റ് നിന്ന് എടുത്താലും 1 സെക്കൻഡ് തന്നെയായിരിക്കും റാൻഡം ആക്സസിൽ. ഇനി ഇതിൻ്റെ പെർഫോമൻസ് ആണ്. പെർഫോമൻസിൽ ഫസ്റ്റ് വൺ മെമ്മറി ആക്സസ് ടൈം. മെമ്മറി ആക്സസ് ടൈം എന്ന് പറയുമ്പോൾ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ടൈം. അതായത് ഇപ്പോൾ ഞാൻ അഡിഷനാണ് എടുക്കുന്നത്, 2, 3, 5. ആ ഒരു 2 + 3 = 5 അത് കിട്ടാനുള്ള ടൈമാണ് മെമ്മറി ആക്സസ് ടൈം. മെമ്മറി സൈക്കിൾ ടൈം എന്ന് പറയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യാനുള്ള ടൈമാണ്. അതായത് ഞാനിപ്പോൾ 2 + 3
ഈക്വൽ ടു 5 എന്നുള്ള എൻ്റെ മെമ്മറി ആക്സസ് ടൈം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി 2+3 5 തന്നെയാണോ എന്നൊന്നുകൂടെ ചെക്ക് ചെയ്യുന്ന ടൈമും കൂടെ ചേർത്തിട്ടാണ് മെമ്മറി സൈക്കിൾ ടൈം. ഇനി ട്രാൻസ്ഫർ റേറ്റ്, എത്ര ഡാറ്റ അല്ലെങ്കിൽ എത്ര മെമ്മറി ട്രാൻസ്ഫർ ചെയ്തു അതിൻ്റെ റേറ്റാണ് ട്രാൻസ്ഫർ റേറ്റ്. പിന്നെ മെമ്മറി ഹയറാർക്കി, ഏറ്റവും മുകളിൽ ലെവൽ 0 CPU രജിസ്റ്റർ, അതായത് കമ്പ്യൂട്ടറിനോട് അടുത്ത് കിടക്കുന്ന CPU പെട്ടെന്ന് ആക്സസ് ചെയ്യുന്നതാണ് CPU രജിസ്റ്റേഴ്സ്. പിന്നെ ക്യാഷ്, പിന്നെ മെയിൻ മെമ്മറി, പിന്നെ സെക്കൻഡറി പ്രൈമറി, സെക്കൻഡറി ടേർഷറി. ഇത് രണ്ടും എന്താ, ഈ സെക്കൻഡറിയും ടേർഷറിയും എന്താ എക്സ്റ്റേണൽ ആണ്, ബാക്കിയുള്ള 3 ഉള്ളിലുള്ള ഇന്റേണൽ ആണ്. ഇനി ഹാർഡ്വെയർ എന്ന് പറയുന്നത് എന്താ, കമ്പ്യൂട്ടറിന്റെ ഫിസിക്കൽ പാർട്ട്, അതായത് നമുക്ക് തൊടാൻ പറ്റുന്ന സാധനം. ഇനി സോഫ്റ്റ്വെയർ ഇല്ലാണ്ട് ഹാർഡ്വെയറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹാർഡ്വെയറിന് വൈറസ് ഒന്നും പറ്റില്ല, വൈറസ് ഒന്നും ഹാർഡ്വെയറിനെ എഫക്റ്റ് ചെയ്യില്ല. അതേപോലെ നമുക്ക് ഹാർഡ്വെയറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ഉണ്ടാക്കാൻ പറ്റില്ല, പിന്നെ അതേപോലെ ഹാർഡ്വെയറിനെ ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതായത് ഞാനിപ്പോൾ ഒരു മൗസ് യൂസ് ചെയ്യുന്നുണ്ട്, അതേ മൗസ് വേറെ ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വേറെ ഒരെണ്ണം ഉണ്ടാക്കി യൂസ് ചെയ്യാന്നല്ലാണ്ട് ഒരേ സാധനം രണ്ടാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സോഫ്റ്റ്വെയർ ആണെങ്കിലോ എൻ്റെ അതേ ഫയൽ വേറെ ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ അയച്ചു കൊടുക്കാൻ പറ്റില്ലേ? അതാണ് പറയുന്നത്. ദെൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താ, പ്രോഗ്രാം ആണ്. ആരെ എക്സിക്യൂട്ട് ചെയ്യുന്ന? CPU. ഈ സോഫ്റ്റ്വെയറിന് CPU ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേപോലെ സോഫ്റ്റ്വെയറിനെ വൈറസ് എഫക്റ്റ് ചെയ്യും. പിന്നെ സോഫ്റ്റ്വെയറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയറിന്റെ എക്സാമ്പിൾ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, MS ഓഫീസ്, ഗൂഗിൾ ക്രോം ഒക്കെ. ഇനി സോഫ്റ്റ്വെയർ മെയിനായിട്ട് രണ്ട് തരത്തിലാണുള്ളത് ക്ലാസിഫൈ ചെയ്യുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ ഓൾറെഡി ഉള്ള സോഫ്റ്റ്വെയർസ് ആണ്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് അല്ല. അത് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സിസ്റ്റം സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്ന സാധനങ്ങളാണ്. നമ്മൾ എപ്പോഴൊക്കെ ആവശ്യപ്പെടുന്നു അപ്പോൾ അത് റൺ ചെയ്യും. അതാണ് MS ഓഫീസ്, ഫോട്ടോഷോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ എന്താ, അപ്പം നമുക്ക് പരസ്പരം സംസാരിക്കാൻ ഒന്നിലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെ പല ഭാഷകളുണ്ട്. അതുപോലെ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് ആണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. 3 തരമാണ് മെയിനായിട്ടുള്ളത്: ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, മിഡിൽ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അതായത് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ രണ്ടെണ്ണമുണ്ട്: മെഷീൻ ലാംഗ്വേജും അതേപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജും. മെഷീൻ ലാംഗ്വേജ് ആണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളത്. മെഷീൻ ലാംഗ്വേജ് എന്താ ഫാസ്റ്റ് ആയിട്ടുള്ള, കാരണം കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ്. 0യും 1ലും ആയിരിക്കും ഉണ്ടാവുക. സോ കമ്പ്യൂട്ടറിന് പെട്ടെന്ന് മനസ്സിലാവും. സോ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ലോ ലെവൽ ലാംഗ്വേജ് ആണ്. പക്ഷെ ഈ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അസംബ്ലർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യാം. ദെൻ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതായത് C++, ജാവ, പൈത്തൺ അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെയാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അത് നമുക്ക് മനസ്സിലാവും, വായിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും എന്താണെന്നുള്ളത്. ഈ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാനായിട്ട് കമ്പൈലർ അല്ലെങ്കിൽ ഇന്റർപ്രറ്ററിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി മിഡിൽ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പേരാണ് ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ സ്യൂഡോ ലാംഗ്വേജ് എന്ന് പറയും. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെയും അതേപോലെ ലോ ലെവൽ ലാംഗ്വേജിൻ്റെയും ഫീച്ചേഴ്സ് ഉണ്ടാവും, യൂസർ ഫ്രണ്ട്ലി ആണ്. ഇനി ഡാറ്റ റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണ്. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഹോൾ നമ്പേഴ്സിനെ
ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് 1 2 3 4 5 6 7 8 അങ്ങനെ ഡെസിമൽ പോയിന്റ് വരില്ല. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇൻഡിജറിൻ്റെ സൈസാണ് 2 ബൈറ്റ്സ്. ദെൻ അടുത്തത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടർ ഡാറ്റ ടൈപ്പ്. അതിൻ്റെ സൈസ് 1 ബൈറ്റ് ആണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഡെസിമൽ പാർട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു മറ്റേ ഇൻറ്റീജറിൽ 2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അതേ ഇതിൽ ഫ്ലോട്ടിംഗ് പോയിന്റിൽ 2 ആണ് റിസൾട്ട് പറഞ്ഞാൽ അവിടെ 2.0 എന്നാണ് വരിക. അതായത് ഡെസിമൽ പോയിന്റും വരും. ദെൻ ഡബിൾ എന്ന് പറയുമ്പോൾ ഫ്ലോട്ടിൻ്റെ ഡബിൾ ആയിരിക്കും സൈസ്. ഇപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റിൻ്റെ 4 ബൈറ്റ്സ് ആണ്, ഡബിളിൻ്റെ 8 ബൈറ്റ്സ് ആണ്. രണ്ടും സെയിം തന്നെയാണ്. വോയിഡ് എന്ന് പറയുമ്പോൾ എം ടി സെറ്റിനെ ഇതാക്കാൻ വേണ്ടി, അതായത് റിട്ടേൺ ടൈപ്പ് ഫങ്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു വാല്യൂം റിട്ടേൺ ചെയ്യില്ല. ഇനി നമ്പർ സിസ്റ്റം, മെയിനായിട്ട് 4 നമ്പർ സിസ്റ്റമാണ് പഠിക്കുന്നത്. ബൈനറി നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം, ഒക്ടൽ, ഹെക്സാഡെസിമൽ. ബൈനറി എന്ന് പറയുമ്പോൾ അതിൽ 0യും 1ഉം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ ബേസ് 2 ആണ്. ഡെസിമൽ എന്ന് പറയുമ്പോൾ 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ ബേസ് 10 ആണ്. ഒക്ടൽ എന്ന് പറയുമ്പോൾ ബേസ് 8 ആണ്, കാരണം 0 തൊട്ട് 7 വരെയുള്ള 8 നമ്പേഴ്സാണ് ഉള്ളത്. ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോൾ 16 ആണ്, കാരണം 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സും പിന്നെ A to F വരെയുള്ള ലെറ്റേഴ്സും വരും. ഇനി ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ അതായത് ഡാറ്റേനെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റേനെ യൂസ്ഫുൾ ഇൻഫർമേഷൻ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സിംഗ് നടക്കുന്നത്. അതിൽ മെയിനായിട്ട് നടക്കുന്ന 6 സ്റ്റെപ്സ് ആണ്: ഡാറ്റ കളക്ഷൻ, ഡാറ്റ പ്രിപ്പറേഷൻ, ഡാറ്റ ഇൻപുട്ട്, പിന്നെ പ്രോസസ്സിംഗ്, ഡാറ്റ ഔട്ട്പുട്ട് ആൻഡ് ഡാറ്റ സ്റ്റോറേജ്. ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതെന്തിനാണ്? നല്ല സോഴ്സിൽ നിന്നും ഡാറ്റ എടുക്കണം, അതായത് ക്വാളിറ്റി ഉണ്ടാവണം നമ്മൾ എടുക്കുന്ന ഡാറ്റ. ഡാറ്റ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പ്രീ പ്രോസസ്സിംഗ് എന്നും പറയും. അതായത് അതിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ല ക്വാളിറ്റിയോടെ ഡാറ്റേനെ ഒന്ന് പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് റെഡിയാക്കി വെക്കാനാണ്. ദെൻ ഡാറ്റ ഇൻപുട്ട്, എന്നിട്ട് നമ്മൾ ഡാറ്റ എന്ത് ചെയ്തു, ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എൻ്റർ ചെയ്തെടുത്തു. പിന്നെ എന്ത് ചെയ്യും, അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അതായത് നമ്മുടെ ഇൻപുട്ടിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, പ്രോസസ്സിംഗ് നടക്കും. പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുത്ത ഇൻപുട്ട് ഡാറ്റേനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യും. ഇനി ഈ ഔട്ട്പുട്ടായിട്ട് പ്രോസസ്സിംഗ് കഴിഞ്ഞ് ഔട്ട്പുട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിന് എന്ത് ചെയ്യും, ഇതിൽ വന്നിരിക്കുന്ന ഔട്ട്പുട്ട് എന്തിലായിരിക്കും, മെഷീൻ ലാംഗ്വേജിലായിരിക്കും. സോ അതിനെന്ത് ചെയ്യും, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് തരും. ഈ ഫൈനൽ ഔട്ട്പുട്ടിന് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഇനി അടുത്തതാണ് അപ്ലിക്കേഷൻ ഓഫ് IECT. IECT എന്ന് പറയുന്നത് എന്താ, ഇൻഫർമേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. IECT എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫർമേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇതിൽ വരുന്ന രണ്ടെണ്ണമാണ് ഇ ഗവർണൻസും മൾട്ടിമീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റും. ഇ ഗവർണൻസിൽ 4 എണ്ണാണുള്ളത്: ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഗവൺമെൻറ് ടു സിറ്റിസൺ, ഗവൺമെൻറ് ടു ബിസിനസ്, ഗവൺമെൻറ് ടു എംപ്ലോയീസ്. അതായത് ഗവൺമെൻറ് ആരുമായിട്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ, ഗവൺമെൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് ഇ ഗവർണൻസ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് ടു സിറ്റിസൺ, അല്ലെങ്കിൽ ഗവൺമെൻറ് ടു എംപ്ലോയി, അല്ലെങ്കിൽ ഗവൺമെൻറ് ടു ബിസിനസ്, അല്ലെങ്കിൽ ഗവൺമെൻറ് വേറെ 2 ഗവൺമെൻറ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇ ഗവർണൻസ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് സർവീസസ് നമുക്ക് കിട്ടുന്നത് എന്തിലൂടെയാണ്, ഇ ഗവർണൻസിലൂടെ. ഇപ്പോൾ സ്കോളർഷിപ്പ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുന്നത് എവിടുന്ന, ഇ ഗവർണൻസിലൂടെയാണ്. ദെൻ മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ എന്താ, മൾട്ടിമീഡിയ മൾട്ടിപ്പിൾ വേസ്, മൾട്ടിവേസ്, ഒന്നിൽ കൂടുതൽ വഴികൾ എന്നാണ് പറയുന്നത്. അതായത് ഇൻഫർമേഷൻ മൾട്ടിമീഡിയ, ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തോ, പല വേസിലാണ് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത് അല്ലേ. ഇപ്പം മൾട്ടിമീഡിയ, ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലൊക്കെ നമുക്ക് ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ, അതായത് ഇമേജസ് ആയിട്ട് അല്ലെങ്കിൽ ട്രോളായിട്ട് മീൻസ് ആയിട്ടൊക്കെ കാണിക്കുമ്പോഴായിരിക്കും നമുക്കതെന്താ കുറച്ചുകൂടി നല്ല രീതിക്ക് മനസ്സിലാവും.
പിന്നെ എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ നമ്മുടെ വീഡിയോ ഗെയിംസും മൂവീസൊക്കെ നമ്മൾ കാണുന്നതല്ലേ, അത്രേ ഉള്ളൂ. ഇതോടെ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.